ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുളിയിഞ്ചീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം കുറച്ച് പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ് വെള്ളത്തിൽ. അപ്പോൾ പുളി കഴിയുന്നതും പഴയ പുളിയാണെങ്കിൽ നല്ല കറുപ്പ് കളർ ഉണ്ടാവും, അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് നല്ലത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ ഇതിൽ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാണില്ല, ഒന്നര ആണിയാണ് ഞാൻ വെല്ലം ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ കണ്ണൂരൊക്കെ വെല്ലം എന്ന് പറയും. അപ്പോൾ പിന്നെ വെല്ലം ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെല്ലത്തിൻ്റെ അളവ് കൂട്ടാം. പിന്നെ ഇഞ്ചിയും പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ പച്ചമുളകും അതേപോലെ തന്നെ ഇവിടെ നീളം കുറഞ്ഞ ഉണ്ട പോലത്തെ പച്ചമുളക്, അപ്പോൾ അത് നല്ല എരിവുണ്ടാവും. ഞാൻ കുറച്ച് പച്ചമുളകും വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തതാണ്. എന്നിട്ടിത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക വേണ്ടത്. അപ്പം ഞാനിത് ഓണം വരികയാണല്ലോ. ഓണത്തിൻ്റെ സമയത്ത് നമുക്കൊരു സീരീസ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സദ്യയിലുള്ള വിഭവങ്ങളെല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ചാനൽ തുടങ്ങിയത് മുതൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ലഷ്ല എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവളെ മോളും കൂടിയിട്ട് പറയാൻ തുടങ്ങിയതാണ്, അമ്പിളിയേച്ചി ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ മോൾ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, അമ്പിളി ആൻറ്റി എന്നാ പുളിയിഞ്ചി ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുഞ്ഞൊരു കുട്ടിയാണ്, അവളെ പേര് ഇതൾ നീലാംബരി എന്നാ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് വറുത്ത് കോരിയെടുത്ത് ഇഞ്ചിയും പച്ചമുളകും ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരുന്നുണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് അരി, അതായത് പുഴുങ്ങലരിയാണ്, കുറച്ച് പുഴുങ്ങലരിയും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതും കൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിയും കൂടി ചേർക്കുന്നത്. അപ്പം വേഗം തന്നെ കുറുകി കിട്ടും. പക്ഷേ ഇവിടെ തെക്കോട്ടേക്കൊന്നും അങ്ങനെ അരിയൊന്നും എടുക്കില്ല എന്നാണ് തോന്നിയിട്ടില്ല എനിക്ക്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അരി ഉലുവയും കൂടി ചേർത്തിട്ടുള്ള പൊടിയും കായവും കൂടി ഇട്ടിട്ട് നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നല്ല ടേസ്റ്റുള്ളൊരു പുളിങ്കറിയായിരുന്നു. ശരിക്കും ഇത് ഇന്നല്ല നാളെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെകത്തേക്ക് കടുകും കറിവേപ്പിലയും ചുവന്നമുളകും കൂടി ഇട്ടിട്ട് വറുത്തിടുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി പച്ചമുളകും വറുത്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തന്നെ ഇതും കൂടി ഇട്ടിട്ട് വറുത്തിടുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.